അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മയും തിന്മയും നമുക്ക് കൈമാറിയിട്ടുണ്ട്. തിന്മകളെക്കുറിച്ചുള്ള താക്കീത് പല രൂപത്തിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു താക്കീതാണ് ലൈസ മിന്ന, അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന പ്രയോഗം ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില വിഭാഗം, അവർ നമ്മിൽപ്പെട്ടവരല്ല, ലൈസ മിന്ന, അതാരെല്ലാം ആണ് എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ലൈസ മിന്ന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അവർ മുസ്ലിമീങ്ങളല്ല എന്നതല്ല, അവർ കുഫറിലേക്ക് പോയി എന്നോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന അർത്ഥത്തിലല്ല. അധികവും ആ വിഷയത്തിൽ വന്നിട്ടുള്ളത് ശക്തമായ താക്കീതുകളാണ്. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഒരു വഈദ്, ഒരു താക്കീത് അതിലുണ്ട്. അതുപോലെ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സൂക്ഷിക്കുക. ഇപ്പോൾ ലൈസ മിന്ന എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന വിഷയങ്ങൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ സൂക്ഷിച്ചു കൊള്ളുക, അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന ആശയത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അവർ റസൂലുള്ളാഹിയുടെ ത്വരീക്കിലല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന വഴിയിലല്ല, അത് റസൂലുള്ളാഹിയുടെ ചര്യയുമല്ല എന്നതുമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീർ നൽകിയ ഒരു വിഷയമാണ് വഞ്ചന കാണിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി പട്ടണത്തിലൂടെ നടക്കുന്നു. സ്വഹാബികൾ അവരുടെ കച്ചവടങ്ങളിലാണ്. ഒരു ധാന്യം നിറച്ചു വെച്ചുകൊണ്ടൊരാൾ കച്ചവടം ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി ആ ധാന്യത്തിൻ്റെ അരികിലെത്തിയപ്പോൾ കൈ ഒന്ന് താഴ്ത്തി അതിൻ്റെ താഴെയുള്ള കുറച്ച് ധാന്യങ്ങൾ മുകളിലേക്ക് എടുക്കുന്നു. അപ്പോൾ മുകളിലുള്ളത് ഉണങ്ങിയിട്ടുണ്ട്, താഴെ നനവ് ബാധിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മഹാദാ യാ സാഹിബത്ത് ത്വആം, ഇതെന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചത്? താഴെ നനവാണല്ലോ, മുകളിൽ ഉണങ്ങിയിട്ടുമുണ്ട്. അപ്പം നോക്കുന്ന ആൾ, അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉണങ്ങിയതാണ് എന്ന് കരുതിയിട്ടാണ് അയാൾ വാങ്ങുക. ആ സഹാബിയുടെ മറുപടി, അസാബത്ത് ഹുസ്സമാ യാ റസൂലല്ലാഹ്, ഇന്നലെ മഴ പെയ്തു, ആ മഴയിൽ നനവ് വന്നതാണ്. അപ്പം അത് ജനങ്ങൾ കാണാതിരിക്കാനാണ് താഴെ നനവും അതിൻ്റെ മുകളിൽ ഉണങ്ങിയ ധാന്യങ്ങൾ വെക്കുകയും ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഫലാ ജഅൽതഹു ഫൗഖ അത്ആം കൈ യറാഹു നാസ്, എന്നാൽ ജനങ്ങൾ കാണുന്ന രൂപത്തിൽ നിനക്കത് വെച്ചുകൂടെ? മൻ ഗശ ഫലൈസ മിന്ന, വഞ്ചന കാണിക്കുന്നവൻ ഫലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല, അത് നമ്മുടെ വഴിയല്ല. ഇപ്പോൾ വഞ്ചന എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. പ്രത്യേകിച്ച് കച്ചവടത്തിൽ എങ്ങനെയെങ്കിലും കച്ചവടം നടക്കുക എന്നതല്ല ഒരു മുസ്ലിമിൻ്റെ നിലപാട്. ഇപ്പോൾ നമുക്കൊക്കെ അനുഭവം ഉണ്ടാകും. നമ്മളൊരു സാധനം വിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിന് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനില്ലാത്ത നെഗറ്റീവ് ഉണ്ടാകില്ല. ഒരു സ്ഥലം വിൽക്കുകയാണെങ്കിൽ ആ സ്ഥലത്തിന് ഒരു മാർക്കറ്റേ ഉണ്ടാവില്ല. അതേ സ്ഥലം നമ്മൾ വാങ്ങാൻ വേണ്ടി അവരെ സമീപിച്ചു കഴിഞ്ഞാലോ അതിനില്ലാത്ത ഫതിലുകളും ഉണ്ടാവില്ല. ഒരു വാഹനം വിൽക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ വാഹനത്തിന് ഇല്ലാത്ത നെഗറ്റീവ് ഉണ്ടാവില്ല. അത് അതേ ആൾ കച്ചവടം ചെയ്യുമ്പോഴോ നമ്മുടെ കയ്യിൽ നിന്ന് ആ വാഹനം വാങ്ങി മറ്റൊരാൾക്കത് മറിച്ച് വിൽക്കുമ്പോൾ അതുവരെ മാർക്കറ്റില്ലാത്തത് മാർക്കറ്റ് ഉണ്ടാകും, അതിൻ്റെ വില കൂടും, അതിൻ്റെ വിശേഷണങ്ങൾ കൂടും. ഏതൊരു കാര്യത്തിലും സത്യസന്ധമായിട്ടായിരിക്കണം ഒരു മുസ്ലിം നിലപാട് സ്വീകരിക്കേണ്ടത്. ഇല്ലാത്ത വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുക, ഉള്ള പോരായ്മകൾ മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം ചെയ്യുക, അതൊന്നും ശരിയായ രീതിയല്ല.
അതുപോലെ തന്നെ നൽകുന്ന പണത്തിന് തുല്യമായ മൂല്യം നൽകണം. ഒരു കുട്ടിയാണ് സാധനം വാങ്ങാൻ വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് അവിടെയുള്ള ചീഞ്ഞ എല്ലാ സാധനങ്ങളും ആ കുട്ടിയുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ അറിയില്ല എന്നതാണ് ധാരണയെങ്കിൽ അത് ഗശാണ്, വഞ്ചനയാണ്. ഒരു 10 രൂപക്കൊരാൾ നമ്മുടെ കടയിൽ നിന്ന് ഒരു തക്കാളി വാങ്ങാൻ വന്നാൽ അയാൾക്ക് അയാളുടെ ആ 10 രൂപക്ക് തുല്യമായ മൂല്യമനുസരിച്ചുള്ള പച്ചക്കറിയാണ് നമ്മൾ നൽകേണ്ടത്. അയാളൊന്ന് അശ്രദ്ധമാകുന്ന സമയത്ത് ഒന്ന് മാറ്റി ഒന്ന് ചീഞ്ഞത് അതിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഗശാണ്, അത് വഞ്ചനയാണ്. അത് റസൂലുള്ളാഹി പഠിപ്പിച്ച ത്വരീഖത്തല്ല. അവർക്ക് വഈദുൻ ഷദീദ്, ശക്തമായ താക്കീതാണ് അത്തരം ആളുകൾക്ക്. സാധനം എടുത്ത് നേരെ ത്രാസിലേക്ക് ഇടുമ്പോൾ അതങ്ങോട്ട് താഴേക്ക് പോകും. നമുക്ക് ഇടുന്ന വ്യക്തിക്കും അറിയാം ആ തൂക്കം കൃത്യമായിട്ടില്ല. കാരണം നമ്മൾ ആ ഇട്ട ആ കനത്തിൽ ആ സമയത്തത് താഴേക്ക് പോയതാണ്. ആ ഒരു ആളെ പറ്റിച്ചുകൊണ്ട് ആ സമയത്തുള്ള തൂക്കം കണക്കാക്കി ആ കച്ചവടക്കാരൻ അത് കച്ചവടം ചെയ്ത് ഒഴിവാക്കുമ്പോൾ അത് വഞ്ചനയാണ്. അതുകൊണ്ട് തന്നെ കച്ചവടത്തിൽ മറ്റു മേഖലകളിൽ എവിടെയും വഞ്ചന എന്നുള്ളത് പാടുള്ളതല്ല. അങ്ങനെ വഞ്ചന ചെയ്യുന്നവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്വരീഖിൽ പെട്ടവരല്ല. മറ്റൊരു വിഷയം, കുട്ടികളോട് കാരുണ്യം കാണിക്കാത്തവർ, മുതിർന്നവരുടെ പ്രായമായവരുടെ മഹത്വം മനസ്സിലാക്കാത്തവർ. ലൈസ മിന്ന മൻ ലം യർഹം സഗീറന വയഅരിഫ് ശറഫ കബീറന. നമ്മളിൽപ്പെട്ടവനല്ല ചെറിയവരോട് കരുണ കാണിക്കാത്തവർ, വലിയവരുടെ മഹത്വം തിരിച്ചറിയാത്തവർ. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ കുട്ടികളോട് കാരുണ്യം കാണിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ചുംബിക്കണം, റഹ്മത്ത് പ്രകടമാക്കണം. കുട്ടികളെ അനാവശ്യത്തിന് തല്ലുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്, അധ്യാപകന്മാരുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്നവർ തന്നെ ഉപദ്രവിച്ച് ഈ ദീനിനോട് പോലും പ്രയാസമുണ്ടാകുന്ന രൂപത്തിൽ ചിലപ്പോൾ കുട്ടികൾ മാറാറുണ്ട്. ഇത് ദീനല്ല. ഇസ്ലാം പറയുന്നത് കുട്ടികളോട് കാരുണ്യം കാണിക്കണം, ചെറിയ പ്രായത്തിൽ അവരുടെ മനസ്സ് വേദനിക്കരുത്. ഇപ്പോൾ പലപ്പോഴും കാണുന്നൊരു അനുഭവമാണ്, ഒരു കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ, പുതിയൊരു കുട്ടി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കൾ വന്ന് അതിൻ്റെ മുതിർന്ന കുട്ടിക്ക് ഒരു 3 വയസ്സേ ഉണ്ടാവുള്ളൂ, 5 വയസ്സേ ഉണ്ടാവുള്ളൂ. ആ കുട്ടീനെ വിളിച്ചു പറയും, ഇനി നിന്നെ ആർക്കും വേണ്ട, ഇനി നിന്നെ വേണ്ട, ഇനി ഞങ്ങൾക്ക് ഈ കുട്ടിയെ മതി. ആ 3 വയസ്സുള്ള പൈതലിൻ്റെ മനസ്സത് വേദനിക്കുകയാണ്. 5 വയസ്സുള്ള കുട്ടിയുടെ മനസ്സവിടെ നീറുകയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു പക്വതയിലേക്ക് കുട്ടികളെ കാണരുത്. അവർ കുട്ടികളാണ്, അവരുടെ മനസ്സ് വേദനിക്കും. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അവർ കരയും, അവരാലോചിച്ച് പലതും മനസ്സിൽ കണക്ക് കൂട്ടും. അതുകൊണ്ട് തന്നെ കുട്ടികളോടെല്ലാം കാരുണ്യം കാണിക്കാൻ, അവരെ സ്നേഹിക്കാൻ, അവരെ ചുംബിക്കാൻ, അവരെ പരിഗണിക്കാൻ വിശ്വാസികൾ എന്ന നിലയിൽ സാധിക്കണം. അങ്ങനെ കാരുണ്യം കാണിക്കാത്തവർ റസൂലുള്ളാഹി പറഞ്ഞു ഫലൈസ മിന്ന, അവർ നമ്മിൽപ്പെട്ടവരല്ല. അതുപോലെ തന്നെ മുതിർന്നവരോട് അവർക്ക് നൽകേണ്ട സ്ഥാനം നൽകണം. ഒരു പ്രായമായ ഒരാൾ കടന്നു വരുമ്പോൾ അയാളെ ബഹുമാനിക്കണം, അത് ദീനാണ്. നമ്മുടെ കുടുംബത്തിലെ ഒത്തുചേരലിൽ കാരണവന്മാർ അവർ ആദരിക്കപ്പെടണം, അവർക്ക് സ്ഥാനം നൽകപ്പെടണം, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കണം, അവരെ സന്ദർശിക്കണം. അത് ദീനിൻ്റെ ഭാഗമാണ്. പ്രായമായി ഇനി പ്രത്യേകിച്ചൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടവരല്ല കാരണവന്മാർ. മുതിർന്നവർക്ക് അവർക്ക് നൽകേണ്ട ഗാംഭീര്യം, അവർക്ക് നൽകേണ്ട വഖാർ, അത് നൽകാൻ സാധിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു വിഭാഗമാണ് പുരുഷന്റെ വേഷം ധരിക്കുന്ന പെണ്ണും പെണ്ണിന്റെ വേഷം ധരിക്കുന്ന സ്ത്രീകളും. ലൈസ മിന്നാ മൻ തശബ്ബഹ ബിർരിജാലി മിനൻ നിസാ വലാ തശബ്ബഹ ബിന്നിസാഇ മിനർ റിജാൽ. ആണിൻ്റെ വസ്ത്രം ധരിക്കുന്ന, ആണിൻ്റെ കോലം കെട്ടുന്ന പെണ്ണ്, പെണ്ണിൻ്റെ വേഷം സ്വീകരിക്കുന്ന ആണ്. മുസ്ലിം കുടുംബത്തിലെ കല്യാണങ്ങൾ എടുക്കൂ, എങ്ങനെയാണ് പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങുന്നത്? ജീൻസ് പാൻറ്റും ധരിച്ച് ഷർട്ടും ധരിച്ചു വരുന്ന പെൺകുട്ടികൾ എത്രയോ മുസ്ലിം കുടുംബങ്ങളിലുണ്ട്. തല മറച്ചതുകൊണ്ട് അത് ഇസ്ലാമിക വേഷമാകുമോ? തലയിലൊരു തട്ടമിട്ടു എന്നതുകൊണ്ട് അത് ഈമാനാകുമോ? തലയിലൊരു തുണിയുണ്ടായാൽ അത് ഈമാനും തഖ്വയുമാകുന്നില്ല. ലിബാസു തഖ്വ, തഖ്വയുടെ വസ്ത്രമാണ് ഇസ്ലാം ധരിക്കാൻ പറയുന്നത്.
തഖ്വയുടെ വസ്ത്രമാകണമോ, പെണ്ണിന് ഇസ്ലാം പഠിപ്പിച്ച മാന്യമായ വസ്ത്രമുണ്ട്, ആ വസ്ത്രം ധരിക്കണം. പുരുഷന്മാരോട് സാദൃശ്യമുള്ള ഒരു നാട്ടിൽ പുരുഷന്മാർ സ്വീകരിച്ചു വരുന്ന വസ്ത്രം അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അതുപോലെ തന്നെ പെണ്ണ് സ്വീകരിക്കുന്ന വസ്ത്രം, പെണ്ണിനെ പോലെ അലങ്കാരം, അത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളവും പാടില്ല എന്നതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ താക്കീത് നൽകിയ വിഷയമാണ് മരണവീട്ടിലെ പരിധി വിട്ട വിലാപങ്ങൾ. മയ്യത്ത് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അലമുറയിട്ട് കരയുന്നവരുണ്ട്, പല രൂപത്തിലുള്ള ദുഃഖപ്രകടനങ്ങൾ നടത്തുന്നവരുണ്ട്. ബോധം നഷ്ടപ്പെട്ട് വീടാൻ റസൂലുള്ളാഹി പറഞ്ഞു, ലൈസ മിന്നാ മൻ ലതമൽ ഹുദൂദ്, മരണത്തിൽ ദുഃഖിച്ചുകൊണ്ട് മുഖത്തടിക്കുന്നവർ, സ്വന്തം ശരീരത്തിൽ ഇങ്ങനെ അടിക്കുക, വിലപിച്ച് അലമുറയിട്ട് കരയുക, വശക്കൽ ജയൂബ്, വസ്ത്രം വലിച്ചു കീറുക, അതുപോലെ തന്നെ അത്തരം പ്രകടനങ്ങൾ നടത്തുന്നവർ ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവരല്ല. നമുക്ക് ഉറപ്പല്ലേ ഒരു ദിവസം നമ്മൾ പോകുന്നു? ആരാണ് ഇവിടെ കാലാകാലം ഉണ്ടാവുക? എല്ലാവരും മരിക്കില്ലേ? നമ്മുടെ ഉമ്മ മരണപ്പെടും, ഉപ്പ മരണപ്പെടും, നമ്മുടെ മക്കൾ മരണപ്പെടും, നമ്മളും മരിക്കും, ഈ ദുനിയാവ് തന്നെ നശിക്കും. മനസ്സിൽ ഉറപ്പുള്ള നമ്മുടെ ഉറച്ച വിശ്വാസമല്ലേ അത്? അത് പ്രതീക്ഷിച്ചിരിക്കേണ്ടവരാണ്. ഓരോ ദിവസവും ഉറക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ മരണത്തിലേക്കല്ലേ പോകുന്നത്? മരണത്തെ അത്രമാത്രം പ്രതീക്ഷിച്ചിരിക്കുന്ന നമുക്ക് പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഖദറിനെ നിഷേധിക്കാനും ആ വിധിയിൽ മോശമായ സംസാരങ്ങൾ നിർവഹിക്കാനും സാധിക്കുക? അതുകൊണ്ട് കണ്ണിനു കരയാം, ഹൃദയത്തിനു വിതുമ്പാം, അതിനപ്പുറത്ത് അമിതമായ പരിധി വിട്ട ദുഃഖപ്രകടനങ്ങളിലേക്ക് പോകുക അത് റസൂലുള്ളാഹിയുടെ ത്വരീഖല്ല. റസൂലുള്ളാഹി പറഞ്ഞു, ലൈസ മിന്നാ മൻ സലഖ, പ്രയാസഘട്ടങ്ങളിൽ ശബ്ദമുയർത്തി കരയുന്ന ആളുകൾ അവർ നമ്മിൽപ്പെട്ടവരല്ല. അലമുറയിട്ട് കരയുക, പ്രത്യേകിച്ച് സ്ത്രീകൾ, അതൊരിക്കലും ശരിയായ രീതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി വഈദ് നൽകിയ, താക്കീത് നൽകിയ വിഷയമാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകിയ വിഭാഗമാണ് ശകുനം നോക്കുന്നവർ. ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതീറ ലഹു, ശകുനം നോക്കുന്നവനും ശകുനം നോക്കിക്കുന്നവനും. ഗൾഫിലേക്ക് പോവാണ്, ഏത് ദിവസമാണ് നല്ലത്? ഒന്ന് ഉസ്താദിനോട് ചോദിച്ചിട്ടൊരു അഭിപ്രായം. കല്യാണം തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ ആ കല്യാണത്തിൻ്റെ ഒരു ശകുനം നോക്കൽ, ഏത് ദിവസത്തിലാണ് വെക്കാൻ നല്ലത്? സ്വാഭാവികമായി കാരണവന്മാർ ഇരുന്നിട്ട് ഏത് ദിവസം വേണമെന്ന് ആലോചിക്കും. അതല്ല, അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നേരെ മറിച്ച് ഉസ്താദിൻ്റെ അടുത്തേക്ക് പോവാൻ, തങ്ങളുടെ അടുത്തേക്ക് പോവാൻ, കബഡി നിരത്താൻ പോവാൻ, എന്നിട്ട് ഏറ്റവും നല്ല ദിവസം ഇതിനേതാണ്? അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ശകുനം നിശ്ചയിക്കുന്നവർ. ഔ തകഹന ഔ തുകിഹിന ലഹു, ഭാവി പ്രവചിക്കുന്നവർ, ഭാവി പ്രവചിക്കാൻ ആവശ്യപ്പെടുന്നവർ. ഒരു കുറത്തി ഒരു തത്തയുമായി വീട്ടിലേക്ക് വന്ന് കൈ നോക്കട്ടെ താത്താന്ന് പറയുമ്പോൾ ആ കൈ വെച്ചു കൊടുക്കുന്നവർ. തമാശക്കല്ലേ, ഏതായാലും ഒരു 10 രൂപ കൊടുത്തു, ഞാൻ എന്താ പറയണേ നോക്കട്ടെ, അഥവാ ശരിയായാലോ? മൊബൈലിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതാ ഇന്ന ദിവസം ഇന്ന മാസത്തിൽ ജനിച്ചവരുടെ ഭാവി നിങ്ങൾക്കറിയാം, ഒരു മെസ്സേജ് വരാൻ, എന്നാൽ ഏതായാലും ഒന്ന് കയറി വെക്കാം, വിശ്വസിക്കൊന്നും വേണ്ട. അങ്ങനെ ഭാവി പ്രവചിക്കാൻ വേണ്ടി എൻ്റെ ഭാവി എന്താകും, ഞായറാഴ്ച ദിവസം ജനിച്ചവർ അവരുടെ ഭാവി അറിയാം എന്ന് കേൾക്കുമ്പോഴേക്കും ഞാൻ ഞായറാഴ്ച ആണല്ലോ, എന്നാ ഒന്നറിയാം, കയറി നോക്കാൻ. അങ്ങനെ ഭാവി അതറിയുന്നതിന് വേണ്ടി നിൽക്കുന്നവരും അത് പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നവരും. ഔ സഹറ ഔ സുഹിറ ലഹു, സിഹർ ചെയ്യുന്നവർ, മാരണത്തിൻ്റെ ഏർപ്പാട്, അത് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ സിഹറിൻ്റെ പണി, ആ പണി ചെയ്യുന്ന ആളുകൾ, അവർ ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവരല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശകുനത്തിലും ഇതുപോലെയുള്ള ഭാവി പ്രവചനത്തിലും അതിലൊന്നും യാതൊരുവിധ അടിസ്ഥാനവുമില്ല എന്ന തിരിച്ചറിവുണ്ടാകണം. മുസ്ലിം ഉമ്മത്തിന് ചൊവ്വാഴ്ച കല്യാണം വെക്കാൻ പേടിയാണ്. ചൊവ്വാഴ്ച ഓഡിറ്റോറിയങ്ങൾക്ക് വില കുറവാണ്, റേറ്റ് കുറവാണ്. മറ്റു ദിവസം 1 ലക്ഷം 2 ലക്ഷം ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഒരു 30,000 40,000 കിട്ടും. എന്തേ കാരണം?
ആളുകൾക്ക് പേടിയാണ്. ചൊവ്വാഴ്ച കല്യാണം വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. രാത്രി കണ്ണാടിയിൽ നോക്കാൻ പേടി. രാത്രി കണ്ണാടിയിൽ നോക്കിയാൽ എന്തോ അപകടം വരുന്നുണ്ട്. രാത്രി നഖം മുറിക്കാൻ പേടി. എന്തെല്ലാം തരത്തിലുള്ള പേടികളാണ്. രാത്രി മുടി ചീകാൻ പേടി. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇനി തിരിച്ച് വീട്ടിലേക്ക് കയറാൻ പേടി. മൊബൈൽ മറന്നു, പേഴ്സ് മറന്നു, പിന്നെ ഭാര്യ കൊണ്ടുപോയി കൊടുക്കണം. ആ മുന്നോട്ടിറങ്ങിയ ആൾ തിരിച്ചു വരരുത്, അവിടെ നിന്നോ, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്ന് തരാമെന്നാണ്. റസൂലുള്ളാഹി ഉംറക്ക് പുറപ്പെട്ടതാണ് ഹുദൈബിയ. ഉംറക്കാണ് പുറപ്പെട്ടത്. തിരിച്ചു മടങ്ങി മക്കയിലേക്ക്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉംറ നിർവഹിക്കാതെ. അതാണ് ഹുദൈബിയ. ഈ രൂപത്തിലുള്ള ശകുനങ്ങളിലോ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളിലോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയോ ഒരു ബേജാറോ ഇല്ല. രാവിലെ തന്നെ കടയിൽ ഒരാൾ വന്ന് കടം ചോദിച്ചാൽ പേടി. രാവിലെ തന്നെ കടം ചോദിക്കാൻ, കുറച്ച് കഴിഞ്ഞിട്ട് തരാമെന്നാണ്. കാരണം കൈനീട്ടം നന്നാവണം. രാവിലെ നമ്മൾ ഒരാൾക്ക് കടം കൊടുത്താൽ പിന്നെ ബാക്കി വരുന്നവരോടൊക്കെ ഇയാൾ പറയുന്നതാണ്, ഇതാ ആദ്യത്തത് കടമാണ്, അതുകൊണ്ട് ഇനി ബാക്കി എല്ലാവരും കടം ചോദിക്കണം. അല്ലെങ്കിൽ ഇന്ന് ഫസ്റ്റ് തന്നെ ആ കടയിൽ നിന്ന് കടം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കിയുള്ളവരാരും പോകണ്ട, കച്ചവടം കുറയും. ഈ വിശ്വാസമൊക്കെ എങ്ങനെയാണ് വരുന്നത്? കൈനീട്ടത്തിൽ മുസ്ലിമിന് എന്ത് വിശ്വാസം? കടം കൊടുക്കൽ ഒരു പുണ്യമുള്ള കാര്യമാണ്. രാവിലെ ഒരാൾക്ക് കടം കൊടുത്താൽ രാവിലെ ഒരു ഹൈറ് കിട്ടി, ഒരു പുണ്യം കിട്ടി എന്നതല്ലാതെ നമ്മുടെ കച്ചവടത്തെ എന്ത് ബാധിക്കാൻ? കൈനീട്ടത്തിൽ വിശ്വസിക്കുന്നു. ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തി രാവിലെ ഒരു ഓട്ടോ വിളിച്ച് ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ആദ്യത്തെ 50 അതിനൊരു പ്രത്യേകത, അതൊന്ന് നെഞ്ചിൽ വെച്ച്, അതൊന്ന് പിന്നെ നെറ്റിയിൽ വെച്ച് അതിനുശേഷമേ പോക്കറ്റിൽ ഇടുള്ളൂ. കാരണം കൈനീട്ടാണ്, ആദ്യം കിട്ടുന്ന പണമാണ്. അത് ഉഷാറാണെങ്കിൽ ഇന്ന് മുഴുവൻ നന്നാകും, ഇന്ന് മുഴുവൻ നല്ല കച്ചവടം കിട്ടും. ഇതാര് പറഞ്ഞു? കൈപുണ്യത്തിൽ വിശ്വസിക്കുന്നു. അവർക്ക് ഭയങ്കര കൈപുണ്യാണ്, ഇവർക്ക് നല്ല കൈപുണ്യാണ്, എന്തുണ്ടാക്കിയാലും നന്ന. അങ്ങനെ ഒരു കൈപുണ്യോ അങ്ങനെ ഒരു കൈനീട്ടോ അതൊന്നുമില്ല. നമ്മൾ അധ്വാനിച്ചാൽ അന്നന്ന് ജീവിക്കാനുള്ളത് കിട്ടും. ഭക്ഷണം ഉണ്ടാക്കാൻ ഒരാൾക്ക് അറിയുമെങ്കിൽ ആ ഭക്ഷണം നന്നാകും എന്നതല്ലാതെ ചില ആളുകൾക്ക് പ്രത്യേക കൈപുണ്യം, ചില ആളുകളുടെ കൈനീട്ടത്തിന് പ്രത്യേക ഫളിൽ, അങ്ങനെ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ശകുനത്തിലോ ഭാവി അറിയുന്നതിലോ അതിലൊന്നും മറ്റൊരാളും ഒന്നും കൈവശപ്പെടുത്തിയിട്ടില്ല. അത്തരം കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നവർ ലൈസ മിന്ന, അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി താക്കീര് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ മൻ ഹമല അലൈന സിലാഹ് ഫലൈസ മിന്ന, നമുക്കെതിരെ ആയുധം ചൂണ്ടുന്നവർ, ആയുധമെടുക്കുന്നവർ അവർ നമ്മിൽപ്പെട്ടവരല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനമാണ്. പരസ്പരം കാണുമ്പോൾ പറയുന്ന അസ്സലാമു അലൈക്കും എന്നാണ്. സമാധാനത്തിൻ്റെ വക്താക്കളാണ് നമ്മൾ. ആയുധമെടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അത്തരം തരത്തിലേക്ക് പോകരുത്. ഇസ്ലാമിനെതിരെ ഉറഞ്ഞുതുള്ളുന്ന, നമ്മുടെ ആദർശത്തിനെതിരെ ഉറഞ്ഞുതുള്ളുന്ന സാഹചര്യങ്ങളും ഉണ്ടാകരുത്. അതുപോലെ ഇസ്ലാം പഠിപ്പിച്ചൊരു സുന്നത്തുണ്ട്, ആ ചര്യ വിട്ട് മറ്റുള്ളവരുടെ ചര്യയിലേക്ക് പോകുന്നവർ ലൈസ മിന്നാ മൻ തശബ്ബഹ ബിഗൈരിനാ, മറ്റുള്ളവരുമായി സാദൃശ്യപ്പെടുന്നവർ. ഇസ്ലാമിൻ്റെ വേഷം, ഇസ്ലാമിൻ്റെ കോലം അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കോലങ്ങളിലേക്കും മറ്റുള്ളവരുടെ വേഷങ്ങളിലേക്കും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലേക്കും പോകുന്നവർ ലൈസ മിന്നാ, അവർ നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി താക്കീർ നൽകുന്നു. പ്രിയമുള്ളവർ, ഈ പറഞ്ഞ വിഷയങ്ങൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശക്തമായ വഈദ്, താക്കീത് അത്തരം വിഷയങ്ങളിൽ നമുക്ക് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുക.